ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യഭാമ വളരെ സങ്കടത്തോടെയാണ് വീട്ടിനകത്തേക്ക് കയറി വന്നത്. രാഘവൻ ചോദിക്കുന്നുണ്ട് പോയ കാര്യം എന്തായി എന്ന്. എന്നാൽ ഭാമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു. കൂടെ പിള്ളച്ചേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ രാഘവൻ പിള്ളച്ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട് ആ സങ്കടം വിഷ്ണുകുഞ്ഞിനെ കണ്ടതുകൊണ്ടാണ്. വിഷ്ണുവിനെ എവിടെ വെച്ച് കണ്ടു എന്ന് രാഘവൻ ചോദിക്കുന്നു. അവനെ അവൾ എവിടെ വെച്ച് കാണുന്നതല്ലേ, അതിനെന്താ ഇത്ര സങ്കടപ്പെടാനുള്ളത് എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടത് സത്യാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിലാണ്. അത് കണ്ടപ്പോൾ എന്റെ ചങ്ക് ഒന്ന് പിടഞ്ഞു. അത് കണ്ടാൽ പെറ്റ തള സഹിക്കുമോ എന്ന് പിള്ളച്ചേട്ടൻ. താനിപ്പോഴും അവനെ ഏത് സാഹചര്യത്തിലാ കണ്ടതെന്ന് പറയുന്നില്ലല്ലോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ കണ്ടതുപോലെ പറയുന്നുണ്ട്. ലോറിയുടെ ടയർ മാറ്റുന്ന കാര്യമാണ് പറയുന്നത്. ഒരു അമ്മയ്ക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണോ കാണുന്നത്? അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണോ അത്? അത് കണ്ടതിന്റെ സങ്കടത്തിലാണ് സത്യാമ്മ അകത്തേക്ക് വിഷമത്തോടെ കയറിപ്പോയത്. ഓട്ടോയിലിരുന്ന് കരയുകയായിരുന്നോ പാവം എന്നൊക്കെ പിള്ളച്ചേട്ടൻ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, എടോ താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? അവൻ ഓടിക്കുന്ന വണ്ടിയുടെ ടയർ കംപ്ലൈന്റ് ആയാൽ പിന്നെ അവനല്ലാതെ വേറെ ആരെങ്കിലും വന്ന് മാറുമോ? അവൻ തന്നെ മാറണം. എന്നാലേ അവനെ ആ വണ്ടിയും കൊണ്ട് പോവാൻ പറ്റൂ. അത് അവന്റെ ചോറാണ്, അത് അവന്റെ ജോലിയാണ്. കുറച്ച് കഷ്ടപ്പെടുന്നത് നല്ലതാ, എന്നാലേ പണത്തിന്റെ ബുദ്ധിമുട്ട് അവന് മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ അമ്മമാരുടെ മക്കളും ഈ ലോകത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. വിഷ്ണു അവൻ ഈ ജോലി ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തതാണ്. അവൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, എനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതുപോലെ സത്യാമ്മ എടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തിന് അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ മക്കൾ ഒരു പരുവാകുമ്പോൾ സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ചു തന്നെ ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെ ചെയ്യാത്തതിന്റെ കുഴപ്പമായത്. നമ്മളത് ചിന്തിച്ച് തല പൊക്കിക്കേണ്ട കാര്യമില്ലെന്ന് രാഘവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ രാഘവൻ പറയുന്നു, താനിപ്പോ ഒരിടത്തേക്കും പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് ശാലിനി കിടക്കുന്ന ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഇത് കേട്ട് പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, അയ്യോ ഞാനില്ല. എടോ ഭാമ ഇപ്പോഴൊന്നും പുറത്തിറങ്ങത്തില്ലടോ, ആ സമയത്ത് നമുക്ക് പോയിട്ട് വരാം. അത് വേണോ സാറേ എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നു. വേണം, ഇങ്ങനൊരു അവസ്ഥയിൽ ശാലിനി പോയി കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? താൻ എന്റെ കൂടെ ഒന്ന് വന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് രാഘവൻ. അങ്ങനെ രണ്ടുപേരും ശാലിനിയെ കാണാനായി പോകുന്നു. തുടർന്ന് സുസ്മിതയും ചന്ദ്രബോസും പിന്നെ ADM ജോണും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇനി അടുത്തത് ലേലം ആയിട്ടുള്ള നടപടികൾ തുടങ്ങുക എന്നതാണ്. തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ബോസ് ചോദിക്കുന്നു. നാളെ തന്നെ അത് ചെയ്യണമെന്നും പറയുന്നുണ്ട്. തടസ്സങ്ങളേ ഉള്ളൂ. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് തന്നെ ഒരു വലിയ തടസ്സമാണ്. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചന്ദ്രബോസിനോടും സുസ്മിതയോടും ADM പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെ നിയമപരമായി നേരിടാനുള്ള അവസരം ശാലിനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ അത് ശാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് വ്യക്തമായി അതിനുള്ള കാരണങ്ങളും അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശാലിനിയുടെ അഭാവത്തിലാണ് ഈ ലേലത്തിൽ നമ്മൾ പിടിക്കേണ്ടത് ആ വീട്. അവൾക്ക് നിന്ന് കളിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ അവൾക്ക് കൊടുക്കരുത്. കൊടുത്താൽ എല്ലാവർക്കും അത് പ്രശ്നമാകും. സുസ്മിത പറയുന്നു, അവൾ കുത്തേറ്റി കിടക്കുന്നിടത്ത് ഞാൻ പോയതാണ്. അത് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അവൾ തിരിച്ചു വരാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല. കട്ടിലിന് അവൾക്ക് എപ്പോ പൊങ്ങാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മുറിവ് ഉണങ്ങിയാൽ ആ നിമിഷം അവൾ കസേരയിൽ വന്നിരുന്നാൽ ആദ്യത്തെ പണി നമ്മുടെ പദ്ധതികൾക്ക് എങ്ങനെ തുരങ്കം വെക്കുക എന്നതായിരിക്കും. ഈ ചിറ്റപ്പൻ ഒറ്റ ഒരാൾ കാരണമാണ്. ഇല്ലെങ്കിൽ അയാളോട് പറഞ്ഞ് കുത്തിയ കുത്ത് ഒന്നുകൂടി നന്നായി കുത്തിയിരുന്നെങ്കിൽ അവളെ ഇന്ന് നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. ശാലിനി പിന്നെയും വന്ന് കയറിയാൽ പിന്നെ ADM-മായ എനിക്കും പണി കിട്ടുമെന്ന് ADM പറയുന്നുണ്ട്. അവൾ കയറുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു പണി കൊടുക്കണം. അതിനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ന് ചന്ദ്രബോസ് പറയുന്നു. ഒരു 1.5 ഓട്ടം ഓട്ടിക്കാൻ പറ്റിയൊരു പണി. സാർ ആലോചിക്കുക, ഞാനും ആലോചിക്കാം. അവളുടെ ആയുർരേഖയ്ക്ക് കുറുകെ ഒടുക്കത്തെ വരയ്ക്കാൻ ചിറ്റപ്പനെ കൊണ്ട് മാത്രമേ സാധിക്കൂ, ചിറ്റപ്പനെ കൊണ്ട് മാത്രം എന്ന് സുസ്മിത ബോസിനോട് പറഞ്ഞു. ഇനി അവൾ നമ്മുടെ മുന്നിലിരുന്ന് ആജ്ഞാപിക്കരുത്, അനുസരിക്കാനേ പാടുള്ളൂ. കുളിപ്പിച്ച് കിടത്താതെ തണുപ്പിച്ച് കിടത്താനുള്ള വഴി എന്നും സുസ്മിത പറയുന്നു. ഇതേസമയം ശാലിനിയെ കാണിക്കുന്നുണ്ട്. ശാലിനിയുടെ അരികിലേക്ക് ഇപ്പോൾ രാഘവനും പിള്ളച്ചേട്ടനും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാഘവൻ അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടരികിൽ ശാരദാമ്മയുണ്ട്. പുതിയ വീട്ടിലെ താമസം എങ്ങനെയാച്ചാ, സുഖമാണോ എന്ന് ശാലിനി ചോദിക്കുന്നു. രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നത് സത്യാമ്മ അറിഞ്ഞില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇല്ല, ഒക്കെ ഇയാളുടെ പ്ലാനാണ്. അവളൊരു സഞ്ചി എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞങ്ങൾ ഇങ്ങിറങ്ങിയെന്ന് രാഘവൻ. സത്യാമ്മ തിരിച്ചെത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണമെന്ന് പിള്ളച്ചേട്ടൻ. അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത് എന്തിനാ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ നന്നായി ഉണങ്ങി തുടങ്ങിയെന്ന് ശാലിനി പറയുന്നു. എന്നാലും നിന്നെ ഒന്ന് കാണാതെ എങ്ങനെയാടി കൊച്ചേ? കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എനിക്കിങ്ങനെ? രാഘവൻ ചോദിക്കുന്നു. അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ജപ്തി നടപടികളിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തണം. എന്തോ ഭാഗ്യം, ആരുടെയോ പ്രാർത്ഥന. കൃത്യസമയത്ത് വിഷ്ണുവേട്ടൻ അവിടെ എത്തിയില്ലെങ്കിൽ പടമായി ഭിത്തിയിൽ കയറിയനെ എന്ന് ശാലിനി പറയുന്നു.
നമ്മുടെ വീട് പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് അച്ഛാ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ സങ്കടത്തോടെ ശാലിനി പറയുന്നു. മറ്റൊന്നും ആലോചിച്ച് എന്റെ മോളിപ്പോൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട, വിധിയാണ്. അതിന്റെ മുറയ്ക്കല്ലേ നടക്കൂ എന്നൊക്കെ രാഘവനും. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഒരു ചെറിയ ഗ്യാപ്പിൽ ഓടി വന്നതാണ് എന്റെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, ഇത്രയൊക്കെ ആയിട്ടും ശാലിനിയോടുള്ള വിരോധം സത്യാമ്മയ്ക്ക് തീരുന്നില്ലല്ലോ രാഘവേട്ട. ഭാമ അവളുടെ നിലപാടിൽ നിന്നുമാണ് ഇവിടെ പിന്മാറില്ല ശാരദേ. നമ്മൾ ചില പഴഞ്ചൊല്ല് പറയാറില്ലേ, അവനവൻ പിടിക്കുന്ന മുയലിന് 4 കൊമ്പെന്ന്. ഇത് 4ഒന്നുമല്ല, ഒരുപാട് കൊമ്പ് കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഭാമ. ഒരു കാര്യത്തിൽ ഭാമ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഭാമയുടെ മനസ്സിന്റെ കട്ടിയാണ്. എല്ലാം നഷ്ടപ്പെടുത്തി തെരുവിലേക്ക് ഇറങ്ങിയിട്ടും അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടുന്ന അവസ്ഥ വന്നിട്ടും ഒരിറ്റു കണ്ണുനീര് അവളുടെ കണ്ണീന്ന് പൊഴിഞ്ഞിട്ടില്ല. കാരണം അവൾക്കും അറിയാം ഇത് അവളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൾക്കാണെന്ന് നന്നായിട്ടറിയാം. പിന്നെ മോളോടുള്ള അവരുടെ വിരോധം അത് മാറണമെങ്കിൽ മനസ്സിൽ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അത് എന്നേക്കുമായി ഇല്ലാതാകണം. അല്ലാതെ ഇത് മാറില്ലെന്നും രാഘവൻ പറയുന്നു. എന്നിട്ട് അവരവിടുന്ന് പോവാൻ തുടങ്ങുന്നു. സുഖമായി കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറയുന്നു. വരാമെന്ന് ശാലിനിയും പറയുന്നുണ്ട്. തുടർന്ന് ഭാമയുടെ വീട്ടിലേക്ക് നൂർജഹാൻ വരുന്നു. സത്യഭാമയ്ക്ക് ഒരു സമ്മാനവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹിന്ദു നിയമപ്രകാരം പൊട്ടിയ വിഗ്രഹം വീട്ടിൽ വെക്കാൻ പാടില്ലെന്നല്ലേ. സമ്പത്തും ഐശ്വര്യം വരുന്നതിനെ അത് തടയും. അതുകൊണ്ട് ഈ പൊട്ടിയ കൃഷ്ണനെ നമുക്കങ്ങ് മാറ്റാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ പൊതി തുറക്കുകയാണ് നൂർജഹാൻ. എന്നിട്ട് പുതിയ കൃഷ്ണനെ നമുക്ക് അവിടെ വെക്കാം, എങ്ങനെയുണ്ട് സമ്മാനമെന്ന് ചോദിക്കുന്നു. ഭാമ അത് വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ടെന്ന് പറയുന്നു. പിന്നെ കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെപ്പറ്റി പഠിച്ച കാര്യങ്ങളെല്ലാം ഭാമയോട് നൂർജഹാൻ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.